നമസ്കാരം സുഹൃത്തുക്കളെ, 10th മെയിൻസ് 100 ഡേയ്സ് ടൈം ടേബിൾ ഡേ 46ന്റെ പരീക്ഷയാണ്. അപ്പൊ എല്ലാവരും പഠിച്ച് സെറ്റ് ആയിട്ടിരിക്കുമല്ലേ? നമുക്ക് പരീക്ഷയൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ, കാരണം പോർഷൻസ് കുറച്ചല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ഒരുപാട് സമയം കിട്ടിക്കാണും. അത് പരമാവധി യൂട്ടിലൈസ് ചെയ്ത് കാണും എന്ന് വിചാരിക്കുകയാണ്. ഫുൾ മാർക്ക് വാങ്ങിയേക്കാം. അപ്പൊ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുവാണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി മെമ്പർ ആയേക്കണേ. തുടങ്ങാം. ടെൻത്ത് മെയിൻസ് ഡേ 46 എക്സാം. ആദ്യത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. ഓപ്ഷൻസ്: വേർഡ് പ്രോസസർ, സ്പ്രെഡ്ഷീറ്റ്, ഭാഷാ പ്രോസസറുകൾ, ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ. രണ്ട്, ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന, ഒരു പ്രത്യേക ആവശ്യത്തിന് വികസിപ്പിച്ചെടുക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ. രണ്ടാമത്തെ പ്രസ്താവന, പൊതുവായ ആവശ്യങ്ങൾക്കായുള്ള സോഫ്റ്റ്വെയർ പാക്കേജുകളും പ്രത്യേക ആവശ്യങ്ങൾക്കായുള്ള സോഫ്റ്റ്വെയറുകളും ഇതിൽ പെടുന്നു. മൂന്നാമത്തെ പ്രസ്താവന, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എൻഡ് യൂസർ പ്രോഗ്രാം എന്നും അറിയപ്പെടുന്നു. നാലാമത്തെ പ്രസ്താവന, കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു കൂട്ടം പ്രോഗ്രാമുകളാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഓപ്ഷൻ നോക്കിയിട്ട് തെറ്റായത് കണ്ടെത്തി എഴുതുക. മൂന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ചെയ്യുവാനുള്ള കീ സംയുക്തം ഏതാണെന്ന് കണ്ടെത്തുക. Ctrl+H, Ctrl+A, Ctrl+X, Ctrl+C. 4, ചുവടെ തന്നിരിക്കുന്നതിൽ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറുകൾക്ക് ഉദാഹരണം അല്ലാത്തത് ഏതാണെന്ന് കണ്ടെത്തുക. മൈക്രോസോഫ്റ്റ് എക്സൽ, ലിബർ ഓഫീസ്, സ്മാർട്ട് ഷീറ്റ്, മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ. 5, ചിത്രത്തിന്റെ ഘടകങ്ങളെ ഗ്രിഡ് രൂപത്തിൽ കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കുന്ന തരം ചിത്രങ്ങളാണ് റാസ്റ്റർ ചിത്രങ്ങൾ. റാസ്റ്റർ ചിത്രങ്ങളുടെ സവിശേഷതയിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് കണ്ടെത്തുക. എ, റാസ്റ്റർ ഇമേജുകൾ പിക്സൽ ഉപയോഗിച്ച് നിർമ്മിച്ചവയാണ്. ബി, വലിപ്പം ക്രമീകരിക്കുമ്പോൾ റാസ്റ്റർ ഇമേജുകളുടെ ഗുണമേന്മ നഷ്ടപ്പെടുന്നു. സി, റാസ്റ്റർ ഇമേജുകൾക്ക് ഏത് നിറവും പ്രദർശിപ്പിക്കാൻ സാധിക്കും. ഡി, റാസ്റ്റർ ഇമേജുകൾ ചെറിയ ഫയലുകളാണ്. 6, കോറൽ ഡ്രോ ചുവടെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു. ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ, അവതരണ സോഫ്റ്റ്വെയർ, ഇമേജ് എഡിറ്റർ ഇവയൊന്നും അല്ല. 7, സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ സ്ഥാപകൻ ആരാണ്. ലിനസ് ടോർവാൾഡ്സ്, റിച്ചാർഡ് സ്റ്റാൾമാൻ, റേ ടോംലിൻസൺ, മാർട്ടിൻ കൂപ്പർ. റിച്ചാർഡ് സ്റ്റാൾമാൻ എന്നാണ് ഓപ്ഷനില് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. 8, വാണിജ്യ ഇടപാടുകളും പ്രവർത്തനങ്ങളും കാര്യക്ഷമമാക്കുന്നതിനു വേണ്ടി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് ഉദാഹരണം കണ്ടെത്തുക. ഇമേജ് എഡിറ്റർ സോഫ്റ്റ്വെയർ, പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ, വീഡിയോ കോളിംഗ്, ജിംബ്. 9, DNA തന്മാത്രയുടെ ചുറ്റുഗോവണി മാതൃക പ്രകാരം ചുവടെ നൽകിയ പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 4 പ്രസ്താവനകളാണുള്ളത്. ആദ്യത്തെ പ്രസ്താവന, DNA തന്മാത്രയിൽ നൈട്രജൻ ബേസുകൾ അടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ പ്രസ്താവന, DNAയിൽ 3 ഇനം നൈട്രജൻ ബേസുകളാണ് കാണപ്പെടുന്നത്. മൂന്നാമത്തെ പ്രസ്താവന, DNAയിൽ കാണപ്പെടുന്ന എല്ലാ നൈട്രജൻ ബേസുകളും RNAയിലും കാണപ്പെടുന്നു. നാലാമത്തെ പ്രസ്താവന, നൈട്രജൻ ബേസുകൾ കൊണ്ടാണ് DNA പടികൾ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ 4 പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ നോക്കി തിരഞ്ഞെടുക്കുക. 10, ഏത് ശാസ്ത്രജ്ഞൻ പയറുചെടികളിൽ നടത്തിയ വർഗസംകരണ പരീക്ഷണങ്ങളാണ് മനുഷ്യജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും സ്വാധീനം ചെലുത്തിയ ഒരു ശാസ്ത്രശാഖയ്ക്ക് അടിത്തറ പാകിയത്. ഓപ്ഷൻ: ഹ്യൂഗോ ഡിവ്രസ്, ബി. ഗ്രിഗർ മെന്റൽ,
സി ജെയിംസ് വാട്സൺ, ഡി ഫ്രാൻസിസ് ക്രിക്ക്. 11. RNA സംബന്ധിച്ച നൈട്രജൻ ബേസുകളാണ്. അതിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക. അഡിനിൻ, തൈമിൻ, യുറാസിൽ, സൈറ്റോസിൻ. 12. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന, RNA-യിൽ തൈമിൻ ന്യൂക്ലിയോടൈഡ് കാണപ്പെടുന്നു. ബി, പ്രോട്ടീൻ നിർമ്മിക്കപ്പെടുന്നത് RNA-യിൽ വെച്ചാണ്. സി, ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ജീനുകളാണ്. ഡി, മനുഷ്യന്റെ സ്വരൂപ ക്രോമസോമുകളുടെ എണ്ണം 22 ആണ്. ഓക്കെ, ഇത്രയായിരുന്നു ചോദ്യങ്ങള്. ഇനി നമുക്ക് ഉത്തരങ്ങളൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽപ്പെടാത്തത് കണ്ടെത്തുക. കൂട്ടത്തിൽപ്പെടാത്തത് ഭാഷാ പ്രോസസ്സറുകളാണ്. ഭാഷാ പ്രോസസ്സർ സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഘടകമാണ്. ബാക്കിയെല്ലാം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിന്റെ ഉദാഹരണങ്ങളാണ്. 2. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായിട്ടുള്ള പ്രസ്താവന ഡി ആണ്. കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു കൂട്ടം പ്രോഗ്രാമുകളാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. 3. ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ചെയ്യുവാനുള്ള കീ സംയുക്തം ഏതാണെന്ന് കണ്ടെത്തുക. എ ആണ്, Ctrl+H. 4. ചുവടെ തന്നിരിക്കുന്നതിൽ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറുകൾക്ക് ഉദാഹരണം അല്ലാത്തത് ഏതാണെന്ന് കണ്ടെത്തുക. മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ ആണ്. മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ. 5. ചിത്രത്തിന്റെ ഘടകങ്ങളെ ഗ്രിഡ് രൂപത്തിൽ കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കുന്ന തരം ചിത്രങ്ങളാണ് റാസ്റ്റർ ചിത്രങ്ങൾ. റാസ്റ്റർ ചിത്രങ്ങളുടെ സവിശേഷതയിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് കണ്ടെത്തുക. ഉത്തരം ഡി ആണ്. റാസ്റ്റർ ഇമേജുകൾ പൊതുവെ വലിയ ഇമേജുകളാണ്, അല്ലെങ്കിൽ വലിയ ഫയലുകളാണ്. 6. കോറൽ ഡ്രോ ചുവടെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? കോറൽ ഡ്രോ എന്നത് ഇമേജ് എഡിറ്റർ ആണ്. 7. സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ സ്ഥാപകൻ ആര്? റിച്ചാർഡ് സ്റ്റാൾമാൻ. റിച്ചാർഡ് സ്റ്റാൾമാൻ ആണ് സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ സ്ഥാപകൻ. ലിനക്സ് ടോർവാൾസോ ലിനക്സ് സ്ഥാപിച്ചത്, അല്ലെങ്കിൽ ലിനക്സ് ഡെവലപ്പ് ചെയ്തത്, ലിനക്സ് എന്ന സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് ലിനക്സ് ടോർവാൾസ് ആണ്. സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് റിച്ചാർഡ് സ്റ്റാൾമാൻ ആണ്. വാണിജ്യ ഇടപാടുകളും പ്രവർത്തനങ്ങളും കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ്. 9. DNA തന്മാത്രയുടെ ചുറ്റുകോവണി മാതൃക പ്രകാരം ചുവടെ നൽകിയ പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന ശരിയാണ്. DNA തന്മാത്രയിൽ നൈട്രജൻ ബേസുകൾ അടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാ. DNA-യിൽ 4 ഇനം നൈട്രജൻ ബേസുകളാണ് കാണപ്പെടുന്നത്. 3 തെറ്റാണ്. DNA-യിൽ കാണപ്പെടുന്ന എല്ലാ നൈട്രജൻ ബേസുകളും RNA-യിൽ കാണപ്പെടുന്നില്ല. 4ാമത്തെ പ്രസ്താവന ശരിയാണ്. നൈട്രജൻ ബേസുകൾ കൊണ്ടാണ് DNA-യുടെ പടികൾ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ 1ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത്. 1ഉം 4ഉം മാത്രം. ബി ആണ് ഉത്തരം. 10. ഏത് ശാസ്ത്രജ്ഞൻ പയറുചെടികളിൽ നടത്തിയ വർഗസംകരണ പരീക്ഷണങ്ങളാണ് മനുഷ്യജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും സ്വാധീനം ചെലുത്തിയ ഒരു ശാസ്ത്രശാഖയ്ക്ക് അടിത്തറ പാകിയത്? ഗ്രിഗർ മെൻഡൽ. ബി ആണ് ഉത്തരം. ഗ്രിഗർ മെൻഡൽ. 11. RNA ഒറ്റയാനെ കണ്ടെത്തുക. RNA-യിൽ തൈമിൻ അടങ്ങിയിട്ടില്ല. ബി ആണ് ഒറ്റയാൻ. 12. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ശരിയായിട്ടുള്ള പ്രസ്താവന സി ആണ്. ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ജീനുകളാണ്. ആദ്യത്തെ പ്രസ്താവന എന്തുകൊണ്ട് തെറ്റിപ്പോയി? RNA-യിൽ തൈമിൻ ന്യൂക്ലിയോടൈഡ് കാണപ്പെടുന്നില്ല, യുറാസിലാണ് കാണപ്പെടുന്നത്. പ്രോട്ടീൻ നിർമ്മിക്കപ്പെടുന്നത് RNA-യിൽ വെച്ചാണ്, റൈബോസോമിൽ വെച്ചാണ്. RNA ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. tRNA, mRNA ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മനുഷ്യന്റെ സ്വരൂപ ക്രോമസോമുകളുടെ എണ്ണം 22 ജോഡിയാണ്. 22 എണ്ണമല്ല, 44 എണ്ണം, 22 ജോഡി. ഓക്കെ, അപ്പൊ ഇത്രയായിരുന്നേ ചോദ്യങ്ങൾ. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് താഴെ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. തെറ്റായ പോർഷൻ, നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷൻ മനസ്സിലാവാതെയോ തെറ്റിപ്പോയിട്ടോ ഉണ്ടെങ്കിൽ അതിന് കുറച്ചും കൂടി സമയം കൊടുത്ത് റിവിഷന് വേണ്ടിയിട്ട് കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.